വളരെ നല്ലൊരു മനുഷ്യനാണ്. പാവ മനുഷ്യൻ. സുരാജ് വെഞ്ഞാറ. ഇനി 20-ാം തീയതി അമ്മയുടെ പേരിലാ തുടങ്ങിയിരിക്കുന്നത്. അമ്മയുടെ ഒരു അനുഗ്രഹമുണ്ട്. ഇപ്പോഴാണ് കൂടുതൽ അടുപ്പിച്ച ഒരമ്മയെ വിളിച്ചത് ചേട്ടാ. അമ്മ കയറ്റിലാക്കി അമ്മയുടെ റിയാക്ഷൻ ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ജനറൽ നോളജ് ആണ്. നമുക്ക് അടുത്ത കളിയിൽ പോവാം. പാളി. ഈ കളി പൊളി. നീ എന്തോന്ന് മക്കളെ ഇതൊക്കെ നീ എന്റെ പേരിലൊക്കെ എന്തോന്നിനാണ്? നീ എന്തിനാടാ നീ ഇതൊക്കെ പറയാൻ പോയത്? ഞാൻ എവിടെ കണക്ക് ചോദിച്ചു? ഞാനൊരു അശ്വമേധം ലൈറ്റ് ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ജനറൽ നോളജ് ആണ്. എൻ്റെ കയ്യിൽ ഇതിൽ കുറച്ച് പേരുണ്ട്. നിങ്ങളുടെ ക്രൂവിൽ തന്നെ ഉള്ള ആൾക്കാരുടെ പേരാ. ഇതിൽ ഒരാൾ ഒരു നോട്ട് എടുക്കുക, അതിലൊരാളുടെ പേരുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേര് കിട്ടാം, ആരുടെ പേരായാലും. പേര് പറയരുത്. അവരെ കുറിച്ച് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ പറയണം. അത് ആരാന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ? നിങ്ങൾക്കൊക്കെ ഞാൻ സംസാരിക്കാം. എടുത്തോ. നമ്മള് 4 പേരുള്ളൂ. അല്ലാതെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. ആരുടെയാണോ കിട്ടുന്നത് അത് കാണിക്കാൻ പാടില്ല. പേര് പറയരുത്. അവര് പേര് ആരാന്ന് കണ്ടുപിടിച്ച് പറയണം. 2 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്ത് പറയണം. സ്വന്തം പേര് കിട്ടിയാൽ അടിപൊളി പൊളിയായിരിക്കും. തള്ളി പറയും. എന്നാ കിട്ടട്ടെ. സ്വന്തം പേര് ശ്യാമിനെ കിട്ടിയത് അറിയാത്ത പോലെ. എനിക്ക് കിട്ടേണ്ട ആളെ കിട്ടി. എനിക്ക് വേണമെങ്കിൽ ഒരാള് ചൂസ് ചെയ്ത് ഇന്നാള് പറയണം. ആ രീതിയിലും പോവാം. അല്ല ഞാനല്ലേ പറയുന്നത്. അതെ. 2 ഉദാഹരണങ്ങൾ മീൻസ് ഇതിലുള്ള ആളെ പറ്റി ഞാൻ 2 കാര്യങ്ങൾ പറയണം. ഇത് വളരെ നല്ലൊരു മനുഷ്യനാണ്. ശ്യാംമോഹൻ. അതെ, പറയേണ്ടി വരുന്നില്ല. എന്തിനാണ് ഒരു കാര്യം ഒന്നും കൂടി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് കൊടുത്തേക്ക് ഒരെണ്ണം കൂടി എടുക്കണം. വളരെ നല്ലൊരു മനുഷ്യനാണ്. വളരെ സിൻസിയറാണ്. സുരാജ് വെഞ്ഞാറ. വളരെ നല്ല മനുഷ്യനാണ്. ഭയങ്കര ഹാർഡ് വർക്കറാണ്. പാവ മനുഷ്യൻ. ഇതെങ്ങനെ ഇങ്ങനെ എല്ലാം മാറ്റിയെടുത്തില്ല. ഒന്നും കൂടി എടുക്ക്. അപ്പൊ എന്റെ കൂടെ ഞാൻ പറയട്ടെ. ജോലിയിൽ ഇത്ര ആത്മാർത്ഥതയുള്ള ഒരാള് പറഞ്ഞു തരുന്നില്ല. കൃത്യസമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാ കാര്യത്തിനും അവിടെ ഉണ്ടായിരിക്കും. ഒരു ക്ലൂ കിട്ടിയില്ല. രണ്ടാമത്തെ ക്ലൂ പ്രൊമോഷന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന വളരെ നിനക്ക് അതാ കിട്ടിയത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് എഴുതിയില്ല. അതൊക്കെ ഇതിലുണ്ട്. 2 പേരും ആൾക്കാരുടെ പേരുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് 3 പേർക്ക് കിട്ടി. അവരവര് പേര് പിന്നെടുത്ത് ഞാൻ അതന്നെ ഇതായിരിക്കും. ഗ്രേസ് അത് പൊളി. നമുക്ക് അടുത്ത കളിയിൽ പോവാം. പാളി. ഈ കളി പൊളി. നിങ്ങളുടെ സെറ്റ് ഉണ്ടല്ലോ, അതിപ്പോ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ വരുന്ന സമയത്ത് ആ സെറ്റ് ഇങ്ങനെ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടാവും. കാരണം ഇത്രയും സിനിമകൾ അഭിനയിച്ച് വരുമ്പോ ഒരു നിർബന്ധം അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ സെറ്റ് ഇങ്ങനെ വേണം, കൃത്യനിഷ്ഠത ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത്ര മണിക്ക് അങ്ങനെയൊന്നുമില്ല. പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടില്ല സുരാജ് ചേട്ടൻ അങ്ങനെ. അതെ, ഞാൻ ആക്ടറായിട്ട് നിന്നിട്ടുള്ളൂ. ഈ പ്രൊഡ്യൂസർ ആവുന്ന സമയത്ത് ചില ആർട്ടിസ്റ്റ് അവരുടെ പ്രതിഫലം വേണ്ട എന്ന് കരുതിയിട്ട് പ്രൊഡ്യൂസർ ആവാറുണ്ടല്ലോ. സുരാജ് ചേട്ടൻ എങ്ങനെയാ ഇതില്? എനിക്ക് ശമ്പളമൊന്നുമില്ല. ഇനി 20-ാം തീയതി അമ്മയുടെ പേരിലാ തുടങ്ങിയിരിക്കുന്നത്. അമ്മയുടെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് പാളില്ല എന്ന്. ഇത്രയും നാള് കൂടിയിട്ട് പ്രായം പറയുന്നില്ല. ഇത്രയും കൂടുതൽ നാള് കൂടിയിട്ട് സുരാജൻ ഇത്രയും പ്രാവശ്യം അമ്മയെ വിളിച്ചതായി. അന്നായിരിക്കും പിന്നെ അമ്മയെ വിളിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് കൂടുതൽ അടുപ്പിച്ച ഒരമ്മയെ വിളിച്ചത് ചേട്ടാ. വിലാസിനി അമ്മ. അമ്മ കയറ്റിലാക്കി. ശരിക്കും അമ്മയുടെ പേരിലാണ് ഞാൻ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയ സമയത്ത് അമ്മയുടെ റിയാക്ഷൻ. നീ എന്തോന്ന് മക്കളെ ഇതൊക്കെ? ഇനി എന്റെ പേരിലൊക്കെ എന്തോന്നിനാണ്? ഞാൻ പറഞ്ഞില്ലമ്മ. അമ്മയുടെ
ഇഷ്ടമാണ് അമ്മയുടെ വിലാസിനി. ഒരു രസമല്ലേ? അതെ വേറെ ഒരു വിന്റേജ്. ഒരു സ്ത്രീകളാണല്ലോ ഒരു എല്ലാത്തിന്റെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അങ്ങനെ അമ്മയുടെ പേരിൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. അമ്മയുടെ കൈപ്പടയാണ്. അമ്മയുടെ കൈപ്പട വിലാസിനി ലോഗോ അമ്മ എഴുതിയതാണ്. ഫസ്റ്റ് അമ്മ എന്തായാലും തിയേറ്ററിൽ വരും. ഇത് അമ്മയുടെ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ഷോ ആണ് അമ്മ. ഒരു സീരിയസ്നെസ് ഉണ്ടോ? അമ്മക്ക് അങ്ങനെ ടെൻഷൻ പാവം. പ്രൊഡ്യൂസ് അങ്ങനത്തെ ഒന്നും. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ അങ്ങനെ അമ്മ കണ്ട് നീ എന്തിനാടാ നീ ഇതൊക്കെ പറയാൻ പോയത്, ഞാൻ എവിടെ കണക്ക് ചോദിച്ചു. എന്ത് കരുതുന്നു? അവരെന്ത്, ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഇങ്ങനെ സംസാരിച്ച കേട്ടോ, എല്ലാ ദിവസവും ഞാൻ വിളിക്കും. ഞാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ പറഞ്ഞു, വല്ല കാര്യമുണ്ടോ, ഉറങ്ങൂല. പിന്നെ രാത്രി വെച്ചിട്ട് എടാ ഇത് ആരെങ്കിലും ഒക്കെ അറിഞ്ഞ് ഞാൻ എന്ത് ചോദിച്ചു. അത്രയും പാവം ഒരു ആളാണ്.